ഞാൻ ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ്സിൽ പാടുപെട്ട് പഠിച്ചത് മലയാളമായിരുന്നു. കാരണം സ്കൂളിൽ എക്സാം എഴുതുമ്പോൾ ജസ്റ്റ് പാസ് മാർക്ക് ടീച്ചർ എല്ലാവർക്കും കൊടുക്കുകയുള്ളായിരുന്നു. അത് കാരണം 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ അവധിക്ക് 10 ദിവസത്തെ സ്റ്റഡി ലീവിൽ 8 ദിവസവും മലയാളമാണ് പഠിച്ചത്. കാരണം പേടിയുണ്ടായിരുന്നു മലയാളക്കാർ തോറ്റു പോകുമെന്ന്. മേഡത്തിന് ശാസ്ത്രരംഗത്തേക്ക് തിരിയണമെന്നത് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നോ? എപ്പോഴാണ് ആഗ്രഹം തുടങ്ങിയത് ഒന്ന് പറയാമോ? ശാസ്ത്രജ്ഞയാവുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ സയൻസ് മാത്തമാറ്റിക്സിലും വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ഒരു സയൻസ് എക്സിബിഷൻ, തുമ്പ റോക്കറ്റ് സ്റ്റേഷൻ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അവിടെ ആയിരുന്നു. അവിടെ പോകാനുള്ള അവസരം കിട്ടി ഉടനെ പോവും. അങ്ങനെ സയൻസുമായിട്ടുള്ള സയൻസ് ക്വിസ്, പിന്നെ പ്രസംഗ മത്സരം, അങ്ങനെയുള്ളതിന് ഒക്കെ ചേർന്ന് എവിടെ ഒരു അവസരമുണ്ടോ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവിൽ. How did it feel to be the first female missile project director? I was really fortunate to work under Dr. APJ Abdul Kalam when I joined. അപ്പം he has put us, like I came with a specialization in missile guidance. അപ്പോൾ ലോങ് റേഞ്ച് അഗ്നി മിസൈലിൽ വർക്ക് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു. സോ ഫ്രം വെരി ബിഗിനിങ് 1986 onward I started working for Agni. ആൻഡ് ഗൈഡൻസ് ഡിസൈൻ, അതായത് ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്ന മിഷൻ സ്റ്റാർട്ടിങ് ഫ്രം ലോഞ്ച് ടു ദ ഇമ്പാക്റ്റ്, ദ കോൺഫിഗറേഷൻ, ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റ് എത്തുമ്പോൾ അത്ര സൈസ് ആയിരിക്കണം, കോൺഫിഗറേഷൻ എല്ലാം അങ്ങനെ ഡിസൈൻ ചെയ്ത് full system knowledge. That is what has given me the upper hand. So I could take on from very beginning, put at the right place for doing this mission activities. That is how I got into this missile technology. ഞാൻ ഈ സ്കൂളിലെ അധ്യാപികയാണ്. ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് ഈ മിസൈൽ രംഗത്തേക്ക് മാഡം ഇത്ര വലുതായിട്ട് ഉയർന്നത് കേട്ടതായിട്ടുള്ളതുകൊണ്ട് മാഡത്തിനോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഈ സ്കൂൾ ജീവിതത്തിൽ ഏതെങ്കിലും അധ്യാപകരുടെ പ്രചോദനം ഈ മേഖലയിലൊരു വഴിത്തിരിവായിരുന്നോ? ഇത് ഒത്തിരി പേരുണ്ട് അങ്ങനെ പേരെടുത്ത് പറയാൻ. സൽമ മിസ് ഇംഗ്ലീഷ്, അങ്ങനെ മലയാളം, ഈവൻ മറിയാമ്മ ടീച്ചർ. ഞാൻ ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ്സിൽ പാടുപെട്ട് പഠിച്ചത് മലയാളമായിരുന്നു. കാരണം സ്കൂളിൽ എക്സാം എഴുതുമ്പോൾ ജസ്റ്റ് പാസ് മാർക്ക് ടീച്ചർ എല്ലാവർക്കും കൊടുക്കുകയുള്ളായിരുന്നു. ആർക്കും അങ്ങനെ വലിയ പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കില്ലായിരുന്നു. അത് കാരണം 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ അവധിക്ക് 10 ദിവസത്തെ സ്റ്റഡി ലീവിൽ 8 ദിവസവും മലയാളമാണ് പഠിച്ചത്. കാരണം പേടിയുണ്ടായിരുന്നു മലയാളക്കാർ തോറ്റു പോകുമെന്ന്. അതുപോലെ വളരെയധികം സ്നേഹത്തിൽ, പക്ഷേ മലയാളം ഓൾസോ ഐ ഗോട്ട് ഗുഡ് മാർക്സ്. 75% കൂടുതൽ കിട്ടിയായിരുന്നു. അന്നേരമൊക്കെ അത്രയും കിട്ടുകയുള്ളായിരുന്നു. സയൻസ് സബ്ജക്റ്റുകൾ ദേ ഓൾ ടോട്ട് വിത്ത് ലോട്ട് ഓഫ് അഫെക്ഷൻ. ഇത് സെൻറ്റ് ജോസഫ് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ബിൽഡിങ്ങിൻ്റെ കോറിഡോർ മാത്രം ഓർമ്മയുണ്ട്, ബാക്കിയെല്ലാം മാറിപ്പോയി. നേരെ ഓടുന്ന ഓട്ടവും, ഇതൊരു ഗ്രൗണ്ടായിരുന്നു, ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ടായിരുന്നു. ഇവിടെ 3 ലെഗ് റേസ്, വെറും ഓട്ടമല്ല, 2 പേര് തമ്മിൽ കാല് കൂട്ടിയിട്ട് 3 ലെഗ് റേസ്, വെറും ഓട്ടം, ബാഡ്മിൻ്റൺ, അത്രയും വളരെയധികം ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് സെൻറ്റ് ജോസഫ്സ്. ഒരു കാലത്ത് എനിക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ്സ് കോളേജും.